ഇന്നും നമുക്ക് ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. തണുപ്പൊക്കെ പതുക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒനിയൻ പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ 2 സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള എല്ലാം കൈകൊണ്ട് ഇതുപോലൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ. തിരുമ്മി അത് സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് കടുകെണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്. സവോള ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നമ്മുടെ അജ്വായിനാട്ടോ. അതും കൂടെ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കടലപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത കടലപ്പൊടിയാണ്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കും. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഞാൻ ഓൾറെഡി ആട്ടയൊക്കെ കുഴച്ച് വെച്ചിരുന്നു. ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് 2-3 രീതിയിൽ ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ അത്യാവശ്യം കനത്തിൽ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് അങ്ങനെ തന്നെ കയ്യിൽ വെച്ച് ഒന്ന് ഇതുപോലൊന്ന് അമർത്തിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം അത് ആട്ടയിൽ മുക്കിയിട്ട് നമുക്ക് പതുക്കെ പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം പിന്നെ തവയിലിട്ട് തിരിച്ചും മറിച്ചും ചൂടാക്കിയതിന് ശേഷം ഗീയോ ബട്ടറോ തൂത്തിട്ട് നമ്മളിത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ അതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ്ങോ കാര്യങ്ങളൊന്നും വെളിയിൽ പോയിട്ടുമില്ല. ഇനി രണ്ടാമത്തെ ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ തന്നെ റോൾ ചെയ്തതിന് ശേഷം നമ്മളതേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അകത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളത് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ലെയറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അതും ഇതേ രീതിയിൽ പ്രസ് ചെയ്തതിന് ശേഷം പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുക. പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ചെറിയ പോർഷൻ കയ്യിലെടുത്തതിന് ശേഷം പിന്നെ അതിനകത്ത് നമ്മൾ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് റോള് ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 തരത്തിൽ ഇതുണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഒനിയൻ പൊറോട്ട കിട്ടും. പിന്നെ ഇതിന് വേണ്ടി ഒരു ചെറിയ ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ടൊമാറ്ററും അതുപോലെ തന്നെ സവോളയും പച്ചമുളകും മല്ലിയിലയും കൂടെ ചേർത്ത് ഇതേ രീതിയിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കി അതേ പാനിൽ തന്നെയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിങ് എല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഫില്ലിങ് ബാക്കി വന്നുകൊണ്ടാട്ടോ ഞാൻ അതിനകത്തോട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് അല്ലാതെ സെപ്പറേറ്റും ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിത് എടുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ചട്നിയാണ്. ഈ ഒരു ചട്നി പൊറോട്ടയ്ക്കും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാട്ടോ. അപ്പോൾ നമ്മുടെ ചട്നിയും ഒനിയൻ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.